ഇന്ന് ഞാനുള്ളത് ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ്. ഈ കാണുന്നത് നേത്ര പരിശോധനാ ക്യാമ്പിലേക്കുള്ള ഒരു രജിസ്ട്രേഷനാണ്. നേത്ര ചികിത്സാ രംഗത്ത് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഹോസ്പിറ്റലായ അരവിന്ദ് ഹോസ്പിറ്റലും ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തും സംയുക്തമായി നടക്കുന്ന ഈ ക്യാമ്പിലേക്ക് പ്രദേശവാസികളും ദൂരെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ തന്നെ രാവിലെ എത്തി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ്. ഒപ്പം തന്നെ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള 2 ഡോക്ടേഴ്സും നഴ്സിംഗ് സ്റ്റാഫും അടങ്ങുന്ന ഒരു വലിയ മെഡിക്കൽ ടീം തന്നെ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. കാരണം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാർ തിമിരം പോലുള്ള നേത്ര രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയാണ് ലക്ഷ്യം. കാരണം അരവിന്ദ് ഹോസ്പിറ്റലിലെ ക്യാമ്പുകളിൽ വന്ന് ചികിത്സ തേടുന്നവർക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ഇവർ ഇതിനുള്ള ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സയും നൽകി വരുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഏകദേശം 1 മണിയോടുകൂടി അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം 250ഓളം പേർ ഇതിൽ പങ്കെടുത്തിരുന്നു. ജമാഅത്ത് കമ്മിറ്റി വളരെ മുൻകൈയെടുത്താണ്. അതിൽ ഏറ്റവും പേരെടുത്ത് പറയേണ്ട ആളാണ് നമ്മുടെ സമീർ സാഹിബ്. വളരെയേറെ ത്യാഗം ഇതിൽ ചെയ്ത് എല്ലാ ജമാഅത്ത് ഭാരവാഹികൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. കണ്ണിനെ കുറിച്ച് പറഞ്ഞത് മഹബൂബത്തൈനി എന്നാണ്. കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയാവും. ഈ കണ്ണിന്റെ കാഴ്ച പോകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ വില. ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നു. ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമാണ് ഇവിടുത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഇങ്ങനെയുള്ള സേവനങ്ങൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തതിൽ നിന്നും ഏകദേശം 25ഓളം പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി റഫർ ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഈ ക്യാമ്പിൽ പങ്കെടുത്തവരിൽ കണ്ണട ആവശ്യമായിട്ടുള്ളതായി കണ്ടെത്തിയവർക്ക് അന്നേരം തന്നെ കണ്ണട സെറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട് മറ്റു വിഷമതകൾ ഉള്ളവർക്ക് ക്യാമ്പിൽ നിന്ന് തന്നെ നേരിട്ട് തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയിലെത്തി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുവാനും ചികിത്സ തേടുവാനുമുള്ള പാസ് ഇവിടുന്ന് തന്നെ നൽകുന്നുണ്ടായിരുന്നു. ആദ്യം എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹേമചന്ദ്രൻ. അവിടെ അരവിന്ദ് ആശുപത്രിയുടെ ക്യാമ്പ് കോർഡിനേറ്ററാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിലെ ഒരു ക്യാമ്പിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഒരു 1-1.5 വർഷത്തിന് മുമ്പ് നമ്മൾ കോൺടാക്ട് ചെയ്ത് ക്യാമ്പ് വേണമെന്ന് ചോദിച്ച് ഒരു 2 മാസത്തിന് മുമ്പ് അവിടെ വന്ന് സ്ഥലമൊക്കെ കണ്ട് ഇപ്പോൾ ക്യാമ്പൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ആശുപത്രിയിലുള്ള ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്യാമ്പിൽ നമുക്ക് നേത്ര പരിശോധന എല്ലാം നമുക്ക് സൗജന്യമായിട്ട് ചെയ്യും. പിന്നെ സൗജന്യമായിട്ട് ചെയ്ത് നേത്ര പരിശോധന ചെയ്തിട്ട് തിമിരം വേണ്ടി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ അന്ന് ദിവസം തന്നെ നമ്മൾ ട്രെയിനിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ അത്ര പേർ കൊണ്ടുപോകും. പക്ഷേ നമുക്ക് മിനിമം ഒരു OP 350 to 400 വരെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന OPയിൽ നമുക്ക് മിനിമം ഒരു 100 പേർ വരെ നമുക്ക് തിമിരം കൊണ്ട് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തുന്ന ആൾക്കാരെ നമ്മൾ അന്ന് ദിവസം തന്നെ ഒരു വാലണ്ടിയർ ത്രൂ ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. നമ്മൾ എല്ലാ ആൾക്കാരും തിമിരം മാത്രമേ ഉണ്ടാവും പറയാൻ പറ്റില്ല. അപ്പോൾ തിമിരത്തിൻ്റെ കൂടെ വേറെ ഏതും അസുഖമുള്ള ആൾക്കാരെ നമ്മൾ അന്ന് ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു റെഫറൽ കാർഡ് കൊടുത്തിട്ട് നേരിട്ട് വരാൻ പറയും. നേരിട്ട് വരുന്ന ആൾക്കാർക്ക് ആ കാർഡ് കൊണ്ടുവരുമ്പോൾ അതിനൊരു കൺസെഷൻ കിട്ടും. പിന്നെ ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ കേരളയുടെ ക്യാമ്പിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ നമുക്കൊരു 4 ജില്ല നമ്മുടെ അണ്ടറിൽ വരുന്നത്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ. ഈ 4 ജില്ലയാണ് നമ്മുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ സ്ഥിരമായിട്ടുള്ള ക്യാമ്പ് നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഒരു 30-35 കിലോമീറ്റർ നമുക്ക് ക്യാമ്പ് ചെയ്യുന്നത്. ഒരു എല്ലാ മാസവും 2ാം ശനിയാഴ്ച അവിടെ ക്യാമ്പുണ്ട്. അതിപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ പറയുമ്പോൾ കല്ലുവാതുക്കൽ അവിടെ എല്ലാ മാസവും അവസാനത്തെ ഞായർ അവിടെ ക്യാമ്പുണ്ട്. എല്ലാ മാസവും അവസാനത്തെ ഞായർ. അപ്പോൾ അതിനിടയ്ക്ക് പോകണം. ആ സമയത്ത് മാത്രം നമ്മൾ ക്യാമ്പ് മുടക്കും. ബാക്കി എല്ലാ സമയത്തും അവിടെ അവസാനത്തെ ഞായർ കല്ലുവാതുക്കൽ UP സ്കൂളിലാണ് ക്യാമ്പ്. അതേപോലെ എല്ലാ മാസവും 2ാം ശനിയാഴ്ച ചേർത്തല ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിലെ ചാരക്കാട് കുഞ്ചുകുട്ടൻ ഹാൾ അവിടെയും നമുക്ക് എല്ലാ മാസവും 2ാം ശനിയാഴ്ച അവിടെ ക്യാമ്പ് നടത്തുന്നു. താങ്ക് യു. അപ്പോൾ ഈ ക്യാമ്പിൽ നിന്നും തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്ത ഇവരെ ഒരു വാളണ്ടിയർ മുഖേന തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്യാമ്പുകൾ നമ്മുടെ തൊട്ടടുത്ത് എത്തിയില്ലെന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നമുക്ക് കൊല്ലം ജില്ലയിൽ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് ഈ അരവിന്ദ് ആശുപത്രിയുടെ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയാലും നമുക്ക് നേരെ ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയയും മറ്റ് അനുബന്ധ ചികിത്സകളും നേടാവുന്നതാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന അന്നേ ദിവസം തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പോടു കൂടിയായിരിക്കണം ക്യാമ്പിൽ എത്തേണ്ടത്. അഥവാ ഇനി ക്യാമ്പിലെത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ നേരിട്ടെത്തിയും ഇതുപോലെയുള്ള ഫ്രീ ചികിത്സ നേടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.